താരസംഘടനയായ AMMയുടെ ചരിത്രത്തിലാദ്യമായി 6 പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും താരസംഘടനയായ AMMയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘടനയിൽ നേതൃമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഇപ്പോഴത്തെ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി പത്രിക നൽകിയത്. ജഗദീഷും ദേവനുമാണ് മത്സരരംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ. 1994-ൽ AMMA എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. ആദ്യ ഭരണസമിതിയിൽ MG സോമൻ പ്രസിഡന്റും TP മാധവൻ സെക്രട്ടറിയുമായിരുന്നു. 1997 മുതൽ 2000 വരെ നടൻ മധുവാണ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത്. തുടർന്ന് 2000 മുതൽ 2018 വരെ ഇന്നസെന്റാണ് ദീർഘകാലം പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത്. 2018-ലാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും പിന്നാലെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. സംഘടനാ ഭാരവാഹികളും അംഗങ്ങളും നിർബന്ധിച്ചെങ്കിലും AMMയുടെ തലപ്പത്തേക്ക് ഇനിയില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സംഘടനയിൽ തലമുറ മാറ്റം വേണമെന്നും യുവ നേതൃത്വം വരണമെന്നും നേതൃനിരയിലുണ്ടായിരുന്ന മുതിർന്ന നടന്മാർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും പ്രമുഖ യുവനടന്മാർ മുന്നോട്ട് വന്നില്ല. വിജയരാഘവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പത്രിക നൽകിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് മാത്യു നൽകിയ പത്രിക തള്ളിയിരുന്നു. ജഗദീഷ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനാലാണ് നാമനിർദ്ദേശ പത്രികയിലെ ഡിക്ലറേഷനിൽ ഒപ്പിടാതിരുന്നതെന്ന് സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജോയ് മാത്യുവിന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ എന്നിവർ എല്ലാ സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.